السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആൽ ഇമ്രാനിലെ 173-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലദീന ഇസ്തജാബൂ ലില്ലാഹി വർ-റസൂൽ മിൻ ബഅദി മാ അസാബഹുമുൽ ഖർഹു ലില്ലദീന അഹ്സനൂ മിൻഹും വത്തഖൂ അജ്റുൻ അളീം. അല്ലദീന ഇസ്തജാബു, അവർ ഉത്തരം നൽകി. ഒരു വിഭാഗം ആളുകൾ ഉത്തരം നൽകി. ലില്ലാഹി വർ റസൂൽ, അള്ളാഹുവിനും അവൻ്റെ ദൂതനും. അള്ളാഹുവിനും ദൂതനും അവർ ഉത്തരം നൽകി. മിൻ ബഅദി മാ അസാബഹുമുൽ ഖർഹു, മിൻ ബഅദി ശേഷവും, മാ അസാബഹും അവർക്ക് വിപത്തുണ്ടായ ശേഷവും, അവർക്ക് വളരെ പ്രയാസം ബുദ്ധിമുട്ടുണ്ടായ ശേഷവും, ആ യുദ്ധക്കളത്തിൽ അൽ ഖർഹ് അവർക്ക് മുറിവുകൾ പറ്റി. മുറിവുകൾ പറ്റി രക്തം വാർന്നൊഴുകുമ്പോഴും അള്ളാഹുവിൻ്റെയും അവൻ്റെ ദൂതൻ്റെയും വിളിക്ക് അവർ ഉത്തരം ചെയ്ത ഒരു വിഭാഗം ആളുകളുണ്ട്. മുറിവ് പറ്റി അവർ പിന്തിരിയുവാനോ രണാങ്കണം വിട്ടുപോകുവാനോ അവർ തയ്യാറാകാതെ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കും അവൻ്റെ പ്രവാചകൻ്റെ കൽപ്പനകൾക്കും അനുസൃതമായി ആ രണാങ്കണത്തിൽ നിന്ന് പോരാടിയവരാണവർ. അവർക്ക് ആ വഴിയിൽ സംഭവിച്ചു എന്ന് കരുതുന്ന പ്രയാസങ്ങളൊന്നും വകവയ്ക്കാതെ അവർ അടരാടിക്കൊണ്ടിരുന്നു. അല്ലദീന ഇസ്തജാബൂ ലില്ലാഹി വർ റസൂൽ മിൻ ബഅദി മാ അസാബഹുമുൽ ഖർഹ്, അവർക്ക് മുറിവ് സംഭവിച്ചു രക്തമൊഴുകിക്കൊണ്ടിരിക്കുമ്പോഴും ആ വിപത്തിനെ അവഗണിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന ശിരസാവഹിച്ചുകൊണ്ട് പ്രവാചകൻ്റെ ഉത്തരവ് മാനിച്ചുകൊണ്ട് അവർ രണാങ്കണത്തിൽ തന്നെ നിന്ന് ഉത്തരം നൽകി പോരാടിക്കൊണ്ടിരുന്നു. ലില്ലദീന അഹ്സനൂ, അവർ ലില്ലദീന ഒരു വിഭാഗം ആളുകളാണ്. അഹ്സനു അവർ നന്മ പ്രവർത്തിക്കുന്നവരാണ്. മറ്റുള്ളവർക്ക് നന്മ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ സ്വന്തം ആത്മാവിന് നന്മ പ്രവർത്തിക്കുന്നതിന് മറ്റുള്ളവർക്ക് നന്മ ചെയ്യേണ്ടിയിരിക്കുന്നു. അതിലൂടെയാണ് സ്വന്തം ആത്മാവിന് നന്മ ചെയ്യുവാൻ കഴിയുന്നത്. അപ്പോൾ ലില്ലദീന അഹ്സനു, അവർ നന്മ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. നല്ല കാര്യങ്ങൾ ആർക്ക് വേണ്ടി? മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്തുകൊണ്ട്, നല്ലത് ചെയ്തുകൊണ്ട്, തങ്ങളുടെ പ്രയാസങ്ങളെ വകവയ്ക്കാതെ, തങ്ങളുടെ ബുദ്ധിമുട്ടുകളെ വകവയ്ക്കാതെ അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കുന്നവരാണ്. ലില്ലദീന അഹ്സനൂ മിൻഹും
വത്തഖൂ, അതുപോലെ അവർ സൂക്ഷ്മത കൈക്കൊണ്ടു. അവരുടെ സ്വന്തം നെഫ്സിനോട് അങ്ങേയറ്റം സൂക്ഷ്മത കൈക്കൊണ്ടവരാണവർ. എഗൻസ്റ്റ് ഈവിൾ, തെറ്റായ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന നമ്മുടെ ആത്മാവുണ്ടല്ലോ, ആ പ്രഥമഘട്ടത്തിലെ ആത്മാവ് അമ്മാറത്തും ബിസ്സൂ, തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആത്മാവിനോട് വത്തഖൂ, അവർ തഖ്വ കൈക്കൊണ്ടു, സൂക്ഷ്മത കൈക്കൊണ്ടു. ആ നഫ്സിന് കീഴടങ്ങാതെ അവർ ഏറ്റവും നല്ല നിലയിൽ ജീവിതം നയിച്ചവരാണ്. അങ്ങനെയുള്ളവർക്ക് അജ്റുൻ അലീം, അതിമഹത്തായ പ്രതിഫലം അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്നു, അവർക്കത് ലഭിക്കുന്നതാണ് എന്ന് അല്ലാഹു തആല പറയുന്നു. ഹസ്രത്ത് ഖലീഫത്തുള്ള ഇത് സംബന്ധമായിട്ടുള്ള വിവരണം നൽകുമ്പോൾ, ദ കാൾ ഓഫ് അല്ലാഹ് ആൻഡ് ദ മെസ്സഞ്ചർ, അള്ളാഹുവിൻ്റെയും അവൻ്റെ ദൂതൻ്റെയും ക്ഷണം, വിളി, അറിയിപ്പ്, ഉത്തരവ് എന്തുവാ, അതിന് റെഫേഴ്സ് ബേസിക്കലി ഇവിടെ അടിസ്ഥാനപരമായി ചൂണ്ടിക്കാണിക്കുന്നത് ടു ദ ഡിവൈൻ ഇൻസ്ട്രക്ഷൻസ് വിച്ച് കം ഡൗൺ അപ്പോൺ ദ പ്രോഫറ്റ് ഓഫ് അല്ലാഹ്. അള്ളാഹുവിൻ്റെ ദൂതൻ്റെ മേൽ അള്ളാഹുവിൽ നിന്ന് വന്നിറങ്ങുന്ന ദൈവീകമായ നിർദ്ദേശങ്ങളെയാണ് ഇവിടെ അള്ളാഹുവിൻ്റെയും അവൻ്റെ ദൂതൻ്റെയും വിളി, ക്ഷണമായി കണക്കാക്കുന്നത്. ആൻഡ് വിച്ച് ദ ബിലീവേഴ്സ് ആർ എക്സ്പെക്റ്റഡ് ടു കോംപ്ലി വിച്ച്. അപ്പോൾ വിശ്വാസികൾ തങ്ങളുടെ പ്രവാചകൻ്റെ മേൽ വന്നിറങ്ങുന്ന ഈ ദൈവീക നിർദ്ദേശങ്ങൾ, അതിനെ ടു കോംപ്ലി വിച്ച്, അത് അവർ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. അവരത് അംഗീകരിക്കും. അങ്ങനെയുള്ളവരാണ് വിശ്വാസികൾ. കം വാട്ട് മേ, എന്ത് തന്നെ സംഭവിച്ചാലും ശരി, അള്ളാഹുവിൻ്റെയും അവൻ്റെ ദൂതൻ്റെയും നിർദ്ദേശങ്ങൾ ആണ് ഇതെന്ന് കരുതി അവർ അതിന് ഉത്തരം ചെയ്യുന്നവരാണ്, അംഗീകരിക്കുന്നവരാണ്. വെന്നെവർ ദ ഡിവൈൻ ഇൻസ്ട്രക്ഷൻസ് കം, എപ്പോഴൊക്കെ ദൈവിക കൽപ്പനകൾ വരുന്നുവോ, ദൈവിക നിർദ്ദേശങ്ങൾ വരുന്നുവോ, ഇൻഡിക്കേറ്റിംഗ് ടു ദം ടു ഡു എ സ്പെസിഫിക് തിങ്, അതിൽ സൂചന നൽകുന്നു എന്നിരിക്കട്ടെ, ഒരു പ്രത്യേകമായ കാര്യം നിങ്ങളത് ചെയ്യൂ എന്ന് അള്ളാഹുവിൽ നിന്ന് ഉള്ള കൽപ്പന തങ്ങളുടെ പ്രവാചകനിലൂടെ വന്നെത്തുമ്പോൾ, അവർ ദോസ് ഹു ആർ ട്രൂലി സിൻസിയർ, അവരിൽ ഏറ്റവും നിഷ്കളങ്കരായിട്ടുള്ളവരുണ്ടെങ്കിൽ, ദോസ് ഹു ആർ ട്രൂലി സിൻസിയർ ടു അല്ലാഹ്, അള്ളാഹുവിനോട് നിഷ്കളങ്കമായ വിശ്വാസം വെച്ച് പുലർത്തുന്നവരാണെങ്കിൽ, ആൻഡ് ഹിസ് പ്രോഫറ്റ്സ്, അതുപോലെ അവൻ്റെ പ്രവാചകൻ്റെ മേൽ നിഷ്കളങ്കമായ സ്നേഹം വെച്ച് പുലർത്തുന്നവരാണെങ്കിൽ, ആർ ദ വൺസ് ഹു ആർ പ്രോംപ്റ്റ്സ്, അവർ അതതിന് അനുമോദനങ്ങൾ അർപ്പിക്കുക തന്നെ ചെയ്യും. ടു കമ്മിങ് ഫോർവേഡ്, എന്നിട്ട് അവർ മുന്നോട്ട് വരികയും ടു ഡിഫെൻഡ് ദ ഓണർ ഓഫ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ ആ മഹത്വത്തെ അവർ പ്രതിരോധിക്കുകയും ചെയ്യും. അവർ അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നതാണ്. അതിനെതിരിൽ വരുന്ന എന്തിനേയും അവർ പ്രതിരോധിക്കും. അള്ളാഹുവിൻ്റെ മഹത്വത്തിന്, ബഹുമതിക്ക് അർഹമായ പരിഗണന കൊടുക്കുന്നതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദൂതനിൽ നിന്ന് ഒരു നിർദ്ദേശം വരുമ്പോൾ അത് അള്ളാഹുവിൽ നിന്ന് വരുന്നതാണ് എന്ന് കരുതിക്കൊണ്ട് അവർ ദീനുൽ ഇസ്ലാമിന് വേണ്ടി അവർ അടലാടുന്നതാണ്. ഹിസ് പ്രോഫറ്റ്സ് ആൻഡ് ദ റിലീജിയൻ ഓഫ് അല്ലാഹ്, ദാറ്റ് ഈസ് ഇസ്ലാം. അതായത് ഇസ്ലാമിന് വേണ്ടി, അള്ളാഹുവിൻ്റെ മതത്തിനു വേണ്ടി, അള്ളാഹുവിൻ്റെ പ്രവാചകന് വേണ്ടി, അള്ളാഹുവിൻ്റെ ബഹുമതി അംഗീകരിച്ചുകൊണ്ട്, അതിന് അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് അതിനുവേണ്ടി അവർ നിലകൊള്ളുന്നവരാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നമ്മുടെ മുമ്പിൽ അള്ളാഹുവിൻ്റെ ഒരു പ്രതിനിധി എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം അന്നും ഇന്നും ഭൂമുഖത്ത് നിലകൊള്ളുന്നത്. ആ പ്രതിനിധി നമുക്ക് ദീനുൽ ഇസ്ലാമിൻ്റെ, വ്യക്തിപരമായ കാര്യം അവിടെ എടുക്കട്ടെ, ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ നമ്മളോട് എന്താണോ ആവശ്യപ്പെടുന്നത് അതിനുവേണ്ടി നാം തീർച്ചയായിട്ടും നിലകൊള്ളേണ്ടതാണ്. നിഷ്കളങ്കരായ വിശ്വാസികൾ അതിനുവേണ്ടി നിലകൊള്ളുന്നവരുമാണ്. അതാണ് പറഞ്ഞത്, അവർക്ക് മുറിവ് പറ്റിയപ്പോഴും, അവർക്ക് രക്തമൊഴുകിയപ്പോഴും, അവർക്ക് വിപത്തുകൾ വന്ന് സംഭവിച്ചപ്പോഴും അവർ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്തുകൊണ്ട് അവരുടെ സ്വന്തം നെഫ്സിനെതിരായിട്ട് നിന്ന്
അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാനുള്ള ശ്രമത്തിലേർപ്പെട്ടവരാണ്. അങ്ങനെയുള്ളവരല്ലദീന ഇസ്തജാബു ലില്ലാഹി വർ റസൂൽ, അള്ളാഹുവിനും അവൻ്റെ ദൂതനും ഉത്തരം നൽകിയവരാണവർ. അവരുടെ പ്രയാസങ്ങളെ അവർ മറികടന്നുകൊണ്ട് അതിനെ വകവയ്ക്കാതെ അള്ളാഹുവിനും അവൻ്റെ ദൂതനും പ്രാമുഖ്യം കൊടുത്തവരാണ്. അവരാണ് യഥാർത്ഥമായ വിശ്വാസികൾ എന്ന് അടിവരയിട്ട് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇൻഡീഡ്, തീർച്ചയായിട്ടും ബ്ലെസ്ഡ് ആർ ദോസ് ഹു, അവർ അനുഗ്രഹീതർ തന്നെയാണ്. അപ്പോൺ ദ കാൾ ഓഫ് അല്ലാഹ് ആൻഡ് ഹിസ് പ്രോഫറ്റ്സ്, അള്ളാഹുവിൻ്റെയും അവൻ്റെ ദൂതൻ്റെയും വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് കം ഫോർവേഡ്, അവർ മുന്നോട്ട് വന്നവരാണ്. ഫോർ ദ ഡിഫൻസ് ഓഫ് ഇസ്ലാം, ഇസ്ലാമിൻ്റെ സംരക്ഷണാർത്ഥം, ഇസ്ലാമിൻ്റെ മഹത്വം ലോകത്ത് ഉയർത്തുന്നതിനായി, അതിനെ കാത്തു സൂക്ഷിക്കുന്നതിനായി അവർ മുന്നോട്ട് വന്നവരാണ്. ദ വാർ ദ വേജ്, അവർ നടത്തിയ യുദ്ധം ഈസ് നോ ഓർഡിനറി വാർ, അതൊരു സാധാരണ യുദ്ധമായിരുന്നില്ല. ഫോർ ദിസ് ഈസ് ഫാക്ട്സ് ഈസ് ദെയർ ട്രയൽ, അത് അവർക്ക് വളരെ വലിയ പരീക്ഷണങ്ങളിലൂടെയാണ് അത് നടത്തപ്പെട്ടത്. ആസ് ടു നോ, മനസ്സിലാക്കിയതുപോലെ വിച്ച് ഓഫ് ദം ആർ ഫോർമോസ്റ്റ്, അതിൽ ആരാണ് മുന്നിൽ വന്നതെന്നും മുന്നിൽ നിന്നതെന്നും പിന്തിരിഞ്ഞോടിയവർ ആരാണെന്നും സ്വാർത്ഥമോഹികൾ ആരാണെന്നും ഒക്കെ തിരിച്ചറിയുന്നതിനുള്ള അവസരമായിട്ടാണ് അള്ളാഹു തആല ഈ കാര്യത്തെ നോക്കിക്കണ്ടത്. ഫോർ മോസ്റ്റ് ആൻഡ് ഒബേ അല്ലാഹ് ആൻഡ് ഹിസ് പ്രോഫറ്റ്സ്, അതിലാരാണ് മുന്നിൽ വന്ന് അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിച്ചത് എന്നത് അള്ളാഹു തആലയ്ക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി, പരീക്ഷിക്കുന്നതിന് വേണ്ടി അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് ഉണ്ടായത്. അപ്രകാരമുള്ള, അത്ര തീവ്രമല്ല എങ്കിലും നമ്മെയും ഇന്നും അപ്രകാരം പരീക്ഷിക്കാതെ നമുക്ക് അവർക്ക് കൊടുത്ത സ്വർഗം നമുക്ക് തരും എന്ന് നമ്മൾ കരുതുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്വപ്നലോകത്ത് തന്നെയാണ്. യാഥാർത്ഥ്യ ലോകത്തിലേക്ക് നാം തിരിച്ചെത്തിയിട്ടില്ല. അപ്രകാരം പരീക്ഷണ വിധേയമാക്കി കൊടുക്കുന്ന സ്വർഗവാസികൾക്ക് കൂടെ നമുക്കും പ്രവേശനം ലഭിക്കുന്നതിന് നാം എന്താണ് ചെയ്യേണ്ടതെന്ന് ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ടത് തന്നെയാണ്. അറ്റ് ഉഹുദ് യുദ്ധവേളയിൽ സച്ച് ആൻ ഒക്കേഷൻ പ്രസൻറ്റഡ്, അത്തരമൊരു സാഹചര്യം അവിടെ ഹാജരാക്കപ്പെട്ടു. ദാറ്റ് ഡെസ്പൈറ്റ് ബീയിങ് വീക്കൻഡ്, അവർ വളരെ ദുർബലരായ അവസ്ഥയിലായിരുന്നിട്ട് പോലും ബൈ ഓൾ കൈൻഡ്സ് ഓഫ് ഇഞ്ചുറീസ്, അവർക്ക് നേരിടേണ്ടി വന്ന അവരുടെ ശരീരങ്ങളിലേറ്റ എല്ലാ മുറിവുകൾ മൂലം അവർ വളരെ ക്ഷീണിതരായെങ്കിലും, ബട്ട് ദ സിൻസിയർ മുസ്ലിംസ്, അങ്ങനെ ക്ഷീണിതരായി തീർന്ന ആ മുസ്ലിങ്ങൾ, ആ നിഷ്കളങ്കരായ മുസ്ലിങ്ങൾ ഡിഡ് നോട്ട് കൺസീഡ് ഡിഫീറ്റ്, അവർ തോൽവി സമ്മതിക്കാൻ തയ്യാറല്ല. ഡിഡ് നോട്ട് കൺസീഡ് ഡിഫീറ്റ്, അവർ തോൽവി സമ്മതിക്കാൻ തയ്യാറായില്ല. ഡബിളിങ് ദെയർ എഫർട്സ്, ആ രക്തമൊഴുകിക്കൊണ്ടിരിക്കുന്ന ആ പ്രതികൂല സാഹചര്യത്തിലും അവർ അവരുടെ പ്രയത്നങ്ങളെ ഇരട്ടിയാക്കുകയാണ് ചെയ്യുന്നത്. ടു ഫൈറ്റ് ദെയർ എനിമി, അവരുടെ ശത്രുവിനെ നേരിടുന്നതിനായി. അപ്പോൾ യഥാർത്ഥമായ വിശ്വാസികളും മറ്റ് ആളുകളും തമ്മിലുള്ള വളരെ വലിയ അന്തരമാണ് ഇവിടെ കാണിക്കുന്നത്. അവർ അവസാന ശ്വാസം വരെയും ആ ആദർശത്തിന് വേണ്ടി തങ്ങളുടെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കും റസൂലുള്ളാഹിയുടെ കൽപ്പനകളും നിറവേറ്റുന്നതിനായി അവരുടെ അവസാന ശ്വാസം വരെയും അവർ പരിശ്രമിക്കുന്നതാണ്. അവരുടെ കൂടെ ആരുണ്ട് ഇല്ല എന്നുള്ളതല്ല അവരുടെ വിഷയം. അവർ അള്ളാഹുവുമായിട്ട് അത്രത്തോളം ബന്ധിതരാണ്, അള്ളാഹുവിൻ്റെ ദൂതനുമായി അവർ അത്രത്തോളം ബന്ധിതരാണ്. അവർക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ അവരുടെ മുന്നിലുള്ളൂ. വാട്ട് മോട്ടിവേറ്റഡ് ദം ഈസ്, ഇങ്ങനെ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചത് എന്താണ്? മറ്റെല്ലാം മാറ്റിവെച്ചിട്ട് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഇങ്ങനെ മുന്നിട്ടിറങ്ങാൻ അവർക്ക് എന്ത് പ്രചോദനമാണ് ഉണ്ടായത്? വാട്ട് മോട്ടിവേറ്റഡ് ദം, അവരെ പ്രചോദിപ്പിച്ച ഈ കാര്യം എന്താണ്? ഈസ് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് അള്ളാഹ്, അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തി കിട്ടുന്നതിന് വേണ്ടിയാണ് അവർ ഈ നിലപാടുകൾ സ്വീകരിച്ചത്. ആൻഡ് ദാറ്റ് ഓഫ് ഹിസ് പ്രോഫറ്റ്സ്, അതുപോലെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ തൃപ്തി ലഭിക്കുന്നതിന് വേണ്ടിയാണ് അവർ ഈ രീതിയിലുള്ള സമര മുഖത്ത് നിലകൊണ്ടത്. ദേ വാണ്ടഡ് ടു ബി ദ വൺസ് ഹു ആർ ഫോർമോസ്റ്റ്, അവർ ആഗ്രഹിച്ചത് ഇത് മാത്രമാണ്. ദേ വാണ്ടഡ്, അവർ ആഗ്രഹിച്ചു ടു ബി ദ വൺസ്, ഒരു വിഭാഗം ആളുകളിൽ പെടുന്നതിന്, ഹു ആർ ഫോർമോസ്റ്റ്, അവർ ഏറ്റവും മുൻപിൽ നിന്നവരാണ്. ടു ഡിസ്പ്ലേ ദെയർ ലവ് ഫോർ ഇസ്ലാം,
ഇസ്ലാമിനോട് അവർക്ക് അതിയായ സ്നേഹമുണ്ട് എന്ന് കാണിക്കുന്നതിന് അവർ ഈ കാര്യത്തിൻ്റെ മുന്നിൽ അണിനിരന്നവരാണ്. ദ ഇഞ്ചുറീസ് ആൻഡ് ബ്ലോസ്, അവർക്ക് കിട്ടിയ മുറിവുകളും അവർക്ക് കിട്ടിയ അടികളും ദ റിസീവ്, അവർക്ക് അത് നേരിടേണ്ടി വന്നു. ഇൻ എക്സ്ചേഞ്ച് ആർ വ്യൂഡ് ബൈ അള്ളാഹ് ആൻഡ് ഹിസ് പ്രോഫറ്റ്സ്, അത് അള്ളാഹുവിനും അവൻ്റെ പ്രവാചകനുമായി അവർ അത് സമർപ്പിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ദൂതന് ഒരുക്കേണ്ടി വന്ന അത്തരത്തിലുള്ള സമരമുഖങ്ങളിൽ അവരെ സംരക്ഷിക്കുന്നതിനായിട്ട് അവർ നിലകൊണ്ടു. അപ്പോൾ അവർക്ക് ലഭിച്ച ആ മുറിവുകളും അടികളും, ദ ഇഞ്ചുറീസ് ആൻഡ് ബ്ലോസ് ദേ റിസീവ്, അവർക്ക് കിട്ടിയ അടികളും മുറിവുകളും ഇൻ എക്സ്ചേഞ്ച്, അതിന് പകരമായിട്ട് ആർ വ്യൂഡ് ബൈ അള്ളാഹ് ആൻഡ് ഹിസ് പ്രോഫറ്റ് ആ സൈൻസ് ഓഫ് ഡെഡിക്കേഷൻ ഫോർ ദ പ്രൊപ്പഗേഷൻ ഓഫ് ട്രൂത്ത്, സത്യത്തെ പ്രബോധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ അർപ്പണ മനോഭാവത്തെ ആണ് അള്ളാഹുവും റസൂലും അതിലൂടെ മനസ്സിലാക്കിയത്. അറ്റ് ഓൾ കോസ്റ്റ്സ് അവരുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഈവൻ ഇഫ് ഇറ്റ് ബി അറ്റ് ദ കോസ്റ്റ് ഓഫ് ദെയർ ഓൺ ലൈഫ്സ്, അതെന്തിനേറെ അവരുടെ ജീവിതം നൽകിയായാലും അവരുടെ ജീവൻ നൽകിയാലും അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ നിലകൊണ്ടു എന്നുള്ളതാണ്. അവരുടെ സമയം, അവരുടെ മറ്റ് ഭൗതിക ലോക കാര്യങ്ങൾ, അതുപോലെ അവരുടെ സ്വന്തം ജീവൻ പോലും അവർ അതിനു വേണ്ടി തൃണവൽഗണിക്കാൻ തയ്യാറായിരുന്നു. അങ്ങനെ ചെയ്ത ആ ആളുകളെയാണ് സിൻസിയർ ബിലീവേഴ്സ് എന്ന് പറയുന്നത്, നിഷ്കളങ്കരായ സത്യവാന്മാരായ വിശ്വാസികളെന്ന്. ദീസ് ആർ ദ ട്രൂ സെർവൻസ് ഓഫ് ഗോഡ്, തീർച്ചയായിട്ടും ഇവർ തന്നെയാണ് അള്ളാഹുവിൻ്റെ യഥാർത്ഥമായ ദാസന്മാർ. ഹു ഡെസ്പൈറ്റ് റിസീവിങ് ഓൾ കൈൻഡ്സ് ഓഫ് ബ്ലോസ് ആൻഡ് ഇഞ്ചുറീസ്, അവർക്ക് മുറിവുകളും അടികളും അവർക്ക് അവരുടെ ശരീരങ്ങളിൽ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഡു നോട്ട് മിസ് ആൻ ഓപ്പർച്യൂണിറ്റി, അവർ ആ അവസരം പാഴാക്കിയില്ല. ടു ഡിഫെൻഡ് ദ ലൈഫ് ആൻഡ് ഓണർ ഓഫ് ദ പ്രോഫറ്റ് ഓഫ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ ദൂതൻ്റെ മഹത്വവും അദ്ദേഹത്തിൻ്റെ ജീവിതവും സംരക്ഷിക്കുന്നതിനായി അവർ ചുറ്റും നിലകൊണ്ടു. അവരുടെ ജീവനോ അവരുടെ മുറിവുകളോ അവരുടെ നഷ്ടങ്ങളോ അവരുടെ കഷ്ടങ്ങളോ ഒന്നും പരിഗണിക്കാതെ തങ്ങളുടെ പ്രവാചകൻ്റെ ജീവൻ രക്ഷിക്കുന്നതിനായിട്ട് അവർ ചുറ്റും നിലകൊണ്ടു. അത്തരത്തിലുള്ളവരാണ് യഥാർത്ഥമായ വിശ്വാസികൾ. അവർ ഐഹിക ലോകത്തിലുള്ള സകലതും അള്ളാഹുവിനും അവൻ്റെ പ്രവാചകനും വേണ്ടി സമർപ്പിച്ച സത്യവാന്മാരായ ആളുകൾ. ഇതൊക്കെ നമുക്കിന്നൊരു കെട്ടുകഥ പോലെ കേൾക്കാം, വായിക്കാം എന്നതിനപ്പുറം നമ്മുടെ ജീവിതം അപ്രകാരം സമർപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ള ചെറിയ ചെറിയ ടെസ്റ്റുകളിൽ പോലും നാം പലപ്പോഴും പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. നമ്മളോടൊന്ന് ഒരുമിച്ച് കൂടാൻ പറയുമ്പോൾ പോലും നമുക്കതിന് സമയം കണ്ടെത്താൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ തരം താണു പോയിരിക്കുന്നുവോ എന്ന് ഓരോ സഹോദരങ്ങളും ആത്മപരിശോധന നടത്തി നോക്കേണ്ടത് തന്നെയാണ്. അടിക്കടി നമ്മൾ ഒരുമിച്ച് കൂടി നമ്മുടെ ആത്മബലം ശക്തിപ്പെടുത്തുകയും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഉറച്ച നിലപാടുകളുമായി നിലകൊള്ളുകയും ചെയ്യേണ്ട ഉത്തമരായ ആളുകളാണ് നമ്മൾ. നമ്മുടെ വ്യക്തിജീവിതവും കുടുംബജീവിതവും അതിന് ഉപോത്ബലകമായ നിലയിൽ നാം ഉദ്ധരിക്കേണ്ടത് തന്നെയാണ്, അതിനായി നിലകൊള്ളേണ്ടതാണ്. അങ്ങനെയുള്ള മഹാസത്യവാന്മാരായ ആളുകൾ അഭിമുഖീകരിച്ച വളരെ ക്ലേശകരമെന്ന് നമുക്ക് തോന്നുന്ന, എന്നാൽ അവർ അതൊക്കെ നേടിയെടുത്തത് അഭിമാനത്തോടെയാണ്. അവരുടെ സകലതും സമർപ്പിച്ചു, എന്തിനേറെ അവസാനം അവരുടെ ജീവൻ പോലും സമർപ്പിച്ചുകൊണ്ട് ഈ ഇസ്ലാം സംരക്ഷിച്ച് നിർത്തിയാണ് അത് നമ്മുടെ കൈകളിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു ദൂതനോടൊപ്പം ചേർന്ന് നിന്നാണ് നമ്മൾ ഈ കാര്യം നേടാൻ ശ്രമിക്കുന്നത്. എന്നിട്ടും നമ്മൾ എന്ത് നേടി എന്നുള്ളതിനെപ്പറ്റി ഓരോ സഹോദരങ്ങളും ആത്മവിശ്വാസം നടത്തുക. എന്നിട്ട് ഉചിതമായ തീരുമാനങ്ങളെടുത്ത് അടിക്കടി നമുക്ക് സമ്മേളിക്കുവാനുള്ള കാര്യത്തെക്കുറിച്ച് ഓരോരുത്തരും അതിന് സംബന്ധമായിട്ട് അഭിപ്രായങ്ങൾ പറയുക മാത്രമല്ല, പ്രാവർത്തികമായ 2 മാസത്തിൽ അല്ലെങ്കിൽ 3 മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ദീനുൽ ഇസ്ലാമിന് വേണ്ടി 2-4 ദിവസം ഒരുമിച്ച് കൂടാൻ നമുക്ക് കഴിയാതെ പോകുന്നു എങ്കിൽ ഈ അധ്യാപനവും നമുക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്നർത്ഥം. ഓക്കെ, ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളും അടുത്ത വചനവുമായി അല്ലാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും കാണാം. ജസാക്കുമുല്ലാഹു ഖൈറൻ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.